മോർണിംഗ് വോയ്സ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്റെ മഹത്വം കാണുക നീ, എന്റെ കയ്യിൽ തരിക നിന്നെ. എന്റെ മഹത്വം കാണുക നീ, എന്റെ കയ്യിൽ തരിക നിന്നെ. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു, എന്നും പുലർത്തിയിടും ധരയിൽ. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു, എന്നും പുലർത്തിയിടും ധരയിൽ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ. ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് സുശേഷകൻ വിനോദ് തോമസ് കോട്ടയം. പ്രാർത്ഥനയോടെ ശ്രമിച്ചാലും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തു അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഒരു വചനഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കാം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 6-ാമത്തെ വാക്യം. അവൻ കിടക്കുന്നത് യേശു കണ്ടു, ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്ന് അറിഞ്ഞു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു 38 വർഷമായിട്ട് ആ ബെഥേസ്ദ കുടക്കരയിൽ കിടക്കുന്ന മനുഷ്യനെ സൗഖ്യമാക്കുന്ന അനുഗ്രഹീതമായ അത്ഭുതമാണ്, അടയാളമാണ് നമ്മുടെ വായിച്ചത്. 38 വർഷമായിട്ട് കിടക്കുന്ന മനുഷ്യനെ കർത്താവ് അവന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഒന്നാമതായി അതാണ് നാം കാണുന്നത്. രണ്ടാമതായിട്ട് അവനെ കണ്ട് എന്ന് പറഞ്ഞാൽ കർത്താവ് കാണുന്നു എന്ന് പറയുമ്പോൾ നമുക്കടക്കം കർത്താവ് അവൻ സർവജ്ഞാനിയാണ്. ഈ മനുഷ്യന്റെ ഭൂതകാല അവസ്ഥ കർത്താവ് കണ്ടു, ഇപ്പോഴത്തെ അവന്റെ അവസ്ഥ അവൻ കണ്ടു, ഭാവിയിൽ അവന് സംഭവിക്കാൻ പോകുന്നത് കർത്താവ് കണ്ടു. പ്രിയപ്പെട്ടവരെ, നമ്മെ കർത്താവ് കാണുമ്പോൾ നമ്മുടെ ഭൂതകാലം അവൻ അറിയാം, നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാം, നമ്മുടെ ഭാവിയും അവൻ അറിയാം. എന്ന് പറഞ്ഞാൽ നാം ഇപ്പോൾ ഭാരത്തിലൂടെയോ പ്രയാസത്തിലൂടെയോ പ്രതിസന്ധിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ കർത്താവ് നമ്മെ കാണുന്നു എന്നുള്ളത് നമ്മെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യേണ്ട വസ്തുതയാണ്. അതുപോലെ നാം പാപത്തിലാണ് തുടരുന്നതെങ്കിൽ കർത്താവ് നമ്മെ കാണുന്നു എന്നുള്ളത് നമ്മെ ഭയപ്പെടുത്തേണ്ട വസ്തുതയാണ്. കാരണം അവന് മറവായിട്ട് ഒന്നും തന്നെ ഇല്ല. പരസ്യവും രഹസ്യവുമായ സകല ജീവിതത്തിന്റെ മനോഭാവങ്ങളെയും അറിയുന്നവനായ ഒരു കർത്താവ് നമ്മെ കാണുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ നിന്ന് വ്യക്തമാകുന്ന ചിത്രം. രണ്ടാമതായിട്ട് അവനെ അറിഞ്ഞു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇവിടെ അങ്ങനെയാണ് നാം വായിക്കുന്നത്, ഇങ്ങനെ ഏറിയ കാലമായി ഇരിക്കുന്നു എന്ന് അറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മെ അറിയുന്ന ഒരു കർത്താവുണ്ട്. അവൻ നമ്മുടെ പ്രശ്നങ്ങൾ അറിയുന്നു, നമ്മുടെ പ്രതിസന്ധികൾ അറിയുന്നു, നമ്മുടെ ആഗ്രഹങ്ങൾ അറിയുന്നു, നമ്മുടെ താല്പര്യങ്ങൾ അറിയുന്നു. നമുക്ക് കർത്താവിനോട് എത്രത്തോളം സ്നേഹമുണ്ട്, എത്രത്തോളം അവനോട് ആത്മാർത്ഥതയുണ്ട്, ഇതെല്ലാം കർത്താവ് അറിയുന്നവനാണ്. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ആരെങ്കിലും ഭാരത്താലോ ഭാവിയോർത്ത് ആശങ്കപ്പെടുകയോ ദുഃഖത്തിലായിരിക്കോ രോഗത്തിന്റെ ഭീതിയിലായിരിക്കോ മഹാമാരിയെക്കുറിച്ചുള്ളതായ ഭയങ്കരമായ ഭയമോ ഒന്നും നമ്മെ അലട്ടേണ്ട ആവശ്യമില്ല. അതൊക്കെ അവന്റെ കൈകളിലേക്ക് സമർപ്പിക്കുക. പത്രോസ് പറയുന്ന പോലെ അവൻ നമുക്കായി കരുതുന്നവനാണ്, അവൻ അറിഞ്ഞു, അവൻ കരുതുന്നവനാണ്. ഇവിടെ അതുതന്നെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവൻ ആ മനുഷ്യന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എത്രയോ ആളുകൾ ഈ മനുഷ്യനെ കണ്ട് കടന്നുപോയിട്ടുണ്ട്. അവരൊക്കെ അവന്റെ അവസ്ഥ കണ്ട് ഒരുപക്ഷെ സഹതപിച്ചേക്കാം, ഒരുപക്ഷെ അവനോട് ഒരു നല്ല വാക്ക് പറഞ്ഞെന്ന് വന്നേക്കാം. എന്നാൽ അവന്റെ പ്രശ്നം പരിഹരിപ്പാൻ അവർക്കാർക്കും കഴിയത്തില്ല. ഒരു കാര്യം നാം മനസ്സിലാക്കണം, ഈ ലോകത്തിൽ അനേകര് കടന്നു പോകുന്നുണ്ട്, ഈ ലോകത്തിൽ അനേകര് നമ്മെ കാണുന്നുണ്ട്. ഒരുപക്ഷെ അവർക്ക് നമ്മുടെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ, പ്രതിസന്ധികളുടെ മധ്യത്തിൽ നമ്മെ സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരിക്കാം. എന്നാൽ അവരെ കൊണ്ടൊന്നും കഴിയാത്ത കാര്യം സാധിപ്പിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. സ്വർഗത്തിലെ മഹത്വം പിടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് വന്ന കർത്താവ് അവൻ നമ്മെ സഹായിപ്പാനാണ് വന്നിരിക്കുന്നത്. അവൻ നമുക്ക് വേണ്ടി എത്രത്തോളം സഹായിച്ചു എന്ന് ചോദിച്ചാൽ, സഹായിക്കാവുന്നതിന്റെ പരമാവധി ആ കാൽവറിയിലെ ക്രൂശ് സഹായിച്ചു. നമുക്ക് വേണ്ടി തന്റെ ജീവനെ നൽകി, നമുക്ക് വേണ്ടി തന്റെ പാപം പരിഹാരം ഏറ്റെടുത്ത് അതിന് യാഗമായി തീർന്നു. അത്രയേറെ നൽകിയൊരു കർത്താവ് നമ്മുടെ ജീവിതത്തിലെ ചെറിയ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ, ഈ പ്രതിസന്ധികളുടെ മധ്യത്തിൽ നമ്മളെ കൈവിടുമോ? നമുക്ക് അവന്റെ അടുത്തേക്ക് എല്ലാം, കർത്താവെ എനിക്ക് വേണ്ടി എല്ലാം ചെയ്ത അങ്ങ് എന്നെ കൈവിടത്തില്ല, എന്നെ ഉപേക്ഷിക്കത്തില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ മനുഷ്യൻ തന്നെ കുറിച്ച് പറയുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്,
അവനോട്, യജമാനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലിറക്കുവാൻ എനിക്ക് ആരും ഇല്ല. അവൻ പറയുന്ന ഒരു കാര്യം, എനിക്ക് ആരുമില്ല. പ്രിയപ്പെട്ടവരെ, ഈ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ഏകനാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, എനിക്ക് ആരുമില്ല, എന്നെ സഹായിപ്പാൻ ആരുമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ, നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന, നിങ്ങളെ സഹായിക്കുന്ന, മറ്റൊരു മനുഷ്യന്റെ സഹായം കൂടാതെ നിങ്ങളെ സഹായിക്കുന്ന ഒരു നല്ല കർത്താവ് ജീവിക്കുന്നുണ്ട്. മാത്രമല്ല, ഇവൻ പറയുന്ന അടുത്ത കാര്യം, ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു. ഇവൻ പറയുന്ന ഇതാണ്, എന്റെ ഈ ജീവിത പോരാട്ടത്തിൽ ഞാൻ തളർന്നിരിക്കുകയാണ്, എനിക്ക് വിജയിക്കാൻ കഴിയുന്നില്ല, മറ്റൊരുത്തൻ എന്നെ ഓവർടേക്ക് ചെയ്യുന്നു, എന്നേക്കാൾ മുമ്പ് മറ്റൊരുത്തൻ പോകുന്നു, ഞാൻ ഈ ജീവിത പന്തയത്തിൽ പരാജയപ്പെട്ടവനാണ് എന്ന് പറയുകയാണ്. പ്രിയ സ്നേഹിത, ജീവിത പന്തയത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടവനായിക്കൊള്ളട്ടെ. നിങ്ങളെ മുമ്പ് മറ്റുള്ളവരെ കടന്നുപോയി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അവരെല്ലാം നിങ്ങളെക്കാൾ മുൻപന്മാരായി തീർന്നു എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഭാരപ്പെടണ്ട. നിസ്സഹായനാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഭാരപ്പെടണ്ട. കർത്താവ് നിന്നെ സഹായിപ്പാൻ മനസ്സുള്ളവനാണ്. നിന്റെ ഏകാന്തതയിൽ, നിന്റെ ആരുമില്ല എന്നുള്ള തോന്നലിൽ നിനക്ക് സഹായം നൽകുവാൻ മതിയായ മനസ്സുള്ള ഒരു നല്ല കർത്താവ് ജീവിക്കുന്നു എന്നാണ് നമുക്കിവിടെ വന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നോക്കുക, യേശു അവനോട് ഒരു ചോദ്യം ചോദിക്കുന്നു, സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ? ഇതുവരെ അനേകര് അവനോട് ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ആദ്യമായിട്ടാണ് ഒരുത്തൻ അവന് പ്രത്യാശ നൽകുന്ന ഒരു ചോദ്യം ചോദിക്കുന്നത്. അവന്റെ പ്രശ്നം ഒന്ന് പരിഹരിക്കുവാനായിട്ട് ഒരുത്തൻ വന്നിരിക്കുന്നു. എത്ര ആശ്വാസമാണ് അവനുള്ളത്. അവൻ ആദ്യമായിട്ട് ആ 38 വർഷത്തിനിടയിൽ മറ്റാർക്കും അവനോട് ആ ചോദ്യം ചോദിക്കുവാനായിട്ട് കഴിയത്തില്ല. കാരണം അവർക്കാർക്കും അവനെ സൗഖ്യമാക്കുവാൻ കഴിയത്തില്ല. എന്നാൽ സൗഖ്യമാക്കാൻ കഴിയുന്ന കർത്താവ്, പരമവൈദ്യനായ കർത്താവ് ആ മനുഷ്യനോട് ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? അവൻ ഇതുവരെ കേട്ട ചോദ്യത്തിൽ ഏറ്റവും പ്രത്യാശ നൽകുന്ന, ഏറ്റവും ആശ്വാസം നൽകുന്ന, ഏറ്റവും ആനന്ദം നൽകുന്ന ഒരു ചോദ്യമാണ്, നിന്റെ പ്രശ്നത്തിന് പരിഹാരം നൽകുവാൻ നിനക്ക് ആവശ്യമുണ്ടോ? ഈ രാവിലെ സമയം എന്റെ പ്രിയ ശ്രോതാവേ, കർത്താവ് നമ്മോട് ചോദിക്കുന്നതാണ്, നിന്റെ പ്രശ്നം, നിന്റെ ബുദ്ധിമുട്ട്, നിന്റെ ഭാരം, നിന്റെ പ്രശ്നം, ആകുലത, അതിൽ സഹായിപ്പാൻ ഞാൻ മതിയുള്ളവനാണ്. നിന്റെ സകല ചിന്താകുലവും എനിക്ക് തരിക, എന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക, ഞാൻ പറയുന്നത് നീ അനുസരിക്കുക. യേശു അവനോട് എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കയെടുത്ത് നടന്നു. നോക്കുക, കർത്താവ് ഒരു വാക്ക് കൊണ്ട് പറഞ്ഞപ്പോൾ 38 വർഷമായിട്ടുള്ള അവന്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായി. കർത്താവ് ഒരു വാക്ക് പറഞ്ഞപ്പോൾ അവന്റെ ആ ജീവിതത്തിൽ വലിയ രൂപാന്തരം ഉണ്ടായി, മാറ്റം ഉണ്ടായി. ഒരിക്കൽ അവനെ ചുമന്ന അവൻ ചുമന്ന കിടക്കയുടെ മേൽ, രോഗത്തിന്റെ മേൽ, അവനെ അലട്ടിയ ഭാരത്തിന്മേൽ കർത്താവ് അവന് വിജയം നൽകി. പ്രിയ ദൈവമക്കളെ, നമ്മെ വിജയോത്സവമായി നടത്തുവാൻ കഴിയുന്ന കർത്താവ് പറയുന്ന അനുസരിക്കുക. അവൻ പറഞ്ഞത് ഈ മനുഷ്യൻ അനുസരിച്ചു. നമുക്കും അവനെ അനുസരിക്കാം. നമ്മുടെ സകല ചിന്താവിലും അവന്റെ പേരിൽ ഇട്ട് കൊടുക്കാം.